എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. ഈ നമ്മുടെ റോസാച്ചെടിയിലെ ഈ ഒരു ചൂടുള്ള സമയത്ത് നോക്കിയേ ഇത്രയും നല്ല ഭംഗിയായിട്ട് പൂക്കൾ കിട്ടുന്നത്. അപ്പം ഞാൻ ചെയ്തു കൊടുത്ത ഈ ഒരു കാര്യം പ്രൂണിങ് മുതൽ വളപ്രയോഗവും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുള്ള വീഡിയോ മിനിങ്ങാന്ന് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണം. നിങ്ങൾക്ക് ഇതുപോലെ വട്ടത്തിൽ പൂക്കളുണ്ടാവും, അല്ല ബുഷിയായിട്ട് പൂക്കൾ ഉണ്ടാവണമെങ്കിൽ, ഇതുപോലെ കട്ട കുത്തി പൂക്കൾ ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ ആ വളം ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. അപ്പോൾ ഇന്ന് ഞാൻ ആ വളം ഒന്നുകൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് റോസ് പൂക്കൾ അത് ഞാൻ കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് ഇന്നൊന്നുകൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഒരുപാട് പേര് കാണാത്തവരുണ്ടല്ലോ, നമ്മളെ പുതിയ വീഡിയോ ഇടുമ്പം പുതിയ ആൾക്കാർ വന്ന് കാണുന്നത് അവർക്ക് അറിയത്തില്ല. അപ്പോൾ അതുകൂടെ അവർക്ക് അറിയാൻ വേണ്ടിയാണ് ഇന്നും ഞാൻ ആ വളം കാണിക്കുന്നത്. നല്ല റിസൾട്ടാണ്. ഞാനത് ചെയ്ത് കൊടുത്തപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഞാൻ പിന്നെയും മറ്റുള്ള റോസുകൾ കൊടുക്കുന്നത്. ഇത് ഈ ഒരു റോസ കണ്ടോ, ഇതിൽ പൂക്കളൊന്നും അധികമില്ല, മൊരടിപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ഇതെന്ത് ചെയ്യണം നമുക്ക്? ഇതുപോലെ ഒരു കാട്ട് റോസിൻ്റെ കമ്പ് കയറി തളർത്ത് വന്നിട്ടുണ്ട്. കാട്ട് റോസ് വളർന്ന് താഴേന്ന് വളർന്ന് വന്നിട്ട് ഇത് ഇത്രയും വേഗം കട്ട് ചെയ്തില്ലെങ്കിൽ ആ റോസ പൂർണ്ണമായിട്ട് മുരടിച്ച് പോകുന്നതായിരിക്കും കേട്ടോ. ആ വളമെല്ലാം കാട്ടുറോസ പിടിച്ചെടുക്കും. അപ്പോൾ അതുപോലെ ഇതുണ്ടോ, മുരടിച്ച ഒന്നും രണ്ടും പൂവൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒന്നും നമ്മൾ നിർത്തരുത്, എല്ലാം ഒഴിവാക്കി കളയണം. മുരടിച്ച കാര്യങ്ങളെല്ലാം ചെയ്തു വിടണം. അപ്പം നമ്മൾ ഈ ഒരു സമയത്ത്, ചൂടുള്ള സമയത്ത് കുറേ പേര് പറയുന്നുണ്ട് ഭയങ്കരമായിട്ട് മുരടിപ്പ് വരുവാണ്, അതുപോലെ തന്നെ മുട്ടുകൾ വിരിയുന്നില്ല, കറുത്ത് നിൽക്കുന്നു, നീരൂറ്റി കുടിക്കുന്ന ഒരു പ്രാണിയുടെ ശല്യം കൊണ്ടാണ് ഉണ്ടാകുന്നത്, അല്ല ട്രിപ്പിൻ്റെ ശല്യം കൊണ്ടും ഉണ്ടാവും. ഇലകളിലും ട്രിപ്പിൻ്റെ ശല്യം ഉണ്ടാവും, മുട്ടുകളിലും ട്രിപ്പിൻ്റെ ശല്യം ഉണ്ടാകും കേട്ടോ. അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പം നമ്മുടെ ആ ഒരു റോസാപ്പൂ വിരിയാൻ സമ്മതിക്കത്തില്ല. മുട്ട് തുടങ്ങി കഴിയുമ്പോഴേ അതങ്ങ് കടിച്ചു പറിച്ചങ്ങ് തിന്ന് നീരുവിട്ടൊക്കെ ഊറ്റി കുടിച്ച് വണ്ടുകളൊക്കെ കടിച്ചു പറിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ റോസാച്ചെടിയിലെ ചുവട്ടിൽ നല്ല പുല്ലൊക്കെ കാണും, അതെല്ലാം പറിച്ച് വൃത്തിയാക്കണം. അപ്പം നമ്മൾ മണ്ണിളക്കുമ്പോൾ ഇത് കണ്ടോ, പെട്ടെന്ന് നമ്മൾ മണ്ണിളക്കുമ്പോൾ ഇതുപോലെ നല്ല എപ്പോഴും ചെറിയൊരു നനവുണ്ടായിരിക്കണം ഈ ചൂടുള്ള സമയത്ത്. അതുപോലെ തന്നെ മണ്ണ് ഇതുപോലെ ഇളക്കമുള്ള മണ്ണായിരിക്കണം, പെട്ടെന്ന് തന്നെ ഇളകി വരണം, പുട്ടുപൊടി പോലെ തന്നെ. അങ്ങനെ ഒരു പോട്ടി മിക്സ് ആയിരിക്കണം നമ്മുടെ റോസയ്ക്കൊക്കെ ചെയ്യേണ്ടത്. അപ്പം ഞാൻ ഈ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു കൈപിടി എല്ലുപൊടിയും, ഒരു ചട്ടിക്ക് ഒരു കൈപിടി എല്ലുപൊടിയും, ഒരു കൈപിടി വേപ്പിൻ പിണ്ണാക്കും, പിന്നെ മുട്ടത്തോടും അതുപോലെ തന്നെ ഉള്ളിത്തോലും ഉണക്കി പൊടിച്ച്, അതായത് മുട്ടത്തോട് വാട്ടിയ മുട്ടയുടെ തോട് കഴുകി ഉണക്കി പൊടിച്ചതും ഉള്ളിത്തൊലിയും കൂടെ ഉണക്കി നന്നായിട്ട് മിക്സിയിലിട്ട് പൊടിച്ചതും അതും ഒരു കൈപിടിയാണ് ഇട്ട് കൊടുക്കുന്നത് മിക്സ് ചെയ്തിട്ട്. അപ്പോൾ ഒരു ചട്ടിക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഇട്ട് കൊടുത്തപ്പോഴാണ് ഈ ഒരു ചെടിക്ക് ഇത്രയും നല്ല ഭംഗിയായിട്ട് കട്ട കുത്തി പൂക്കളുണ്ടായത് കേട്ടോ. പിന്നെ ഇത് കൂടാതെ നമുക്ക് കുറച്ച് പെസ്റ്റിസൈഡ്, നാച്ചുറലായിട്ടുള്ള ജൈവ കീടനാശിനിയും അടിച്ചു കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ വേറെ പോലെ എക്സോഡസ് ആണ് ചെയ്ത് കൊടുത്തത് കേട്ടോ. എക്സോഡസ് 2 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്ത് ഒരാഴ്ച കഴിയുമ്പോൾ തളർപ്പ് വന്നതിന് ശേഷം സ്പ്രേ ചെയ്യുന്നത്. അതായത് പ്രൂണിങ് കഴിഞ്ഞിട്ട് തളർപ്പ് വന്നതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കണം. പിന്നെ നല്ലൊരു കീടനാശിനി, നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നല്ലൊരു കീടനാശിനിയാണ് കാണിക്കുന്നത്. അതായത് നല്ല മുരടിപ്പ്, നമ്മുടെ റോസകൾക്കെല്ലാം ഈ ഒരു സമയത്ത് ഒത്തിരി മുരടിപ്പ് കൊണ്ട് റോസ പെട്ടെന്ന് നശിച്ചു പോകുന്നൊരവസ്ഥ കാണാറുണ്ട്. അപ്പോൾ കുറച്ച് പേര് വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് മുരടിപ്പിന് എന്ത് ചെയ്യണം, ഭയങ്കരമായിട്ട് റോസ മുരടിച്ച് പോകുന്നു എന്ന് പറയുന്നുണ്ട്. അതിന് ഏറ്റവും നല്ലൊരു സൊല്യൂഷനാണ് ഇത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ചെയ്തത് കാണിക്കാം. ചിലപ്പോൾ നമ്മുടെ റോസയിലൊക്കെ നല്ലവണ്ണം ഭംഗിയായിട്ട് പൂക്കൾ നിൽക്കും. ചില സമയത്ത് ആ റോസയിൽ തന്നെ അടുത്ത് വരുന്ന പൂക്കൾ ഇതുപോലെ മുട്ടുകളൊക്കെ മുരടിച്ച് നിൽക്കും. അപ്പോൾ ഞാൻ ഇതിനൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടി. പെട്ടെന്ന് തന്നെ മുരടിപ്പും പ്രശ്നങ്ങളും ഒക്കെ മാറി കിട്ടി. എക്സോഡസും നല്ലൊരു കാര്യമാണ്. പക്ഷേ ഈ ട്രിപ്പിൻ്റെ ശല്യവും പ്രാണികളുടെ ശല്യവും വണ്ടുകളുടെ ശല്യവും ഒക്കെ കാരണം പൂക്കൾ കറുത്തു പോവുകയും മുട്ടുകൾ കറുത്തു പോവുകയും ഈ ഒരു അവസ്ഥയിലൊക്കെ നിൽക്കുമ്പോഴത്തേനും ഇതൊക്കെ ട്രിപ്പിൻ്റെ ശല്യം കൊണ്ടുണ്ടാകുന്നതാണ്. ബ്ലാക്ക് സ്പോട്ട് ഡിസീസ് ഒക്കെ ഉണ്ടാകുന്നതും ഓരോ ട്രിപ്പിൻ്റെ ശല്യം കൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെ മാറി നല്ല മനോഹരമായിട്ട് നമ്മുടെ റോസയിൽ പൂക്കൾ ഉണ്ടാകാനായിട്ടും ആ മുരടിപ്പും പ്രശ്നങ്ങളും ഒക്കെ മാറി കിട്ടാനായിട്ടും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വീട്ടിൽ തന്നെ ചെയ്തു കൊടുക്കാം. അപ്പോൾ കറക്റ്റ് രീതിയിൽ നമ്മളത് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ നല്ലപോലെ റോസാച്ചെടി വരും. റോസയെ നമ്മൾ എപ്പോഴും ഒരു കുഞ്ഞുങ്ങളെ പോലെ തന്നെ നന്നായിട്ട് പരിചരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ. പ്രത്യേകിച്ച് ബഡ് റോസ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ബഡ് റോസ് നിലത്ത് വെച്ച് പിടിപ്പിക്കാൻ നല്ല റിസൾട്ടാണെന്ന് ഞാൻ നാളത്തെ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു തരുന്നത് നിങ്ങൾ ഓരോ കാര്യം കറക്റ്റായിട്ട് ചെയ്യാനാണ്. ഒരുപാട് റോസയെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. റോസയൊക്കെ മേടിച്ച് വെച്ചിട്ട് വെറുതെ മുരടിച്ച് പൂക്കളൊന്നും ഇടാതെ നിന്നിട്ട് നമുക്ക് സങ്കടമാകത്തില്ലേ. അപ്പം നമ്മുടെ റോസയുടെ മുരടിപ്പ് മാറാനായിട്ട്, ഈ മുരടിപ്പ് വരുന്നതിൻ്റെ കാര്യം ട്രിപ്പിൻ്റെ ശല്യവും പ്രാണികളുടെ ശല്യവും വണ്ടുകളുടെ ശല്യവും ഒക്കെ കൂടി ഉണ്ടാകുന്നതാണ് ഈ മുരടിപ്പ്. ബ്ലാക്ക് സ്പോട്ട് ഡിസീസ് ഒക്കെ ഇങ്ങനെ ഓരോരോ കീടശല്യം കാരണം ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇതൊക്കെ മാറി കിട്ടാനായിട്ട് നമുക്ക് നല്ലൊരു സൊല്യൂഷനാണിത്. ഇത് നമ്മുടെ ബേക്കിംഗ് സോഡയാണ് കേട്ടോ, ബേക്കിംഗ് പൗഡർ അല്ല, ബേക്കിംഗ് സോഡയാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ എടുക്കുക. വലിയ ടേബിൾ സ്പൂണിൽ മീഡിയം 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ എടുക്കുക. ബേക്കിംഗ് സോഡ നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ നല്ലതായിട്ട് പെട്ടെന്ന് തന്നെ മുരടിപ്പും പ്രശ്നങ്ങളും മാറി കിട്ടും. ഇത് പച്ചക്കറി തൈകൾക്കും പച്ചമുളക് തൈ അങ്ങനെയുള്ള എല്ലാ നമ്മുടെ കറിവേപ്പിലിനൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ അതിലേക്ക് ഞാൻ ചേർക്കുന്നത് വേപ്പെണ്ണയാണ്.
1 ടേബിൾ സ്പൂൺ വേപ്പെണ്ണ എടുക്കണം. വേപ്പെണ്ണ മിക്കവാറും വീടുകളിലെ ചെടികളൊക്കെ ഉള്ള വീടുകളിലൊക്കെ വേപ്പെണ്ണ കാണുമല്ലോ അല്ലേ. അപ്പോൾ വേപ്പെണ്ണ ഇല്ല എന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ കോക്കനട്ട് ഓയിലോ ഏതെങ്കിലും ഒരു ഓയിൽ എടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ എടുത്താലും മതി. അതിൻ്റെ കൂട്ടത്തിൽ ഞാനിത് സോപ്പ് ലിക്വിഡാണ് കേട്ടോ. സോപ്പ് ലിക്വിഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിഷ് വാഷ് ഏതെങ്കിലും ഡിഷ് വാഷ് എടുക്കാം. അതും 1 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കറക്റ്റാണ് എടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടേബിൾ സ്പൂൺ നമ്മുടെ എന്താ പറയുക പിന്നെ വേപ്പെണ്ണ, 1 ടേബിൾ സ്പൂൺ നമ്മുടെ ഡിഷ് വാഷ്, അങ്ങനെ 3 കൂടെ എടുത്തു. ഇനി നമുക്ക് ഇത് 1 ലിറ്റർ വെള്ളം ഒഴിക്കണം. കറക്റ്റ് 1 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. നല്ലവണ്ണം മിക്സ് ചെയ്യണേ. ആ മിക്സിങ്ങിലാണ് കാര്യം. നല്ലവണ്ണം മിക്സ് ചെയ്യണം. അപ്പോൾ ഈ സോപ്പ് ലിക്വിഡൊന്നും ഇടയ്ക്ക് മിക്സ് ചെയ്യാതൊന്നും ഇരിക്കരുത്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നല്ലൊരു സൊല്യൂഷനാണ് നമ്മുടെ ചെടികൾക്ക് കൊടുക്കുന്നത്. അപ്പം നമ്മളിത് ഒരു സ്പ്രേ ബോട്ടിലിനകത്താക്കി വൈകുന്നേരം ഒരു 5 മണി കഴിഞ്ഞ് അല്ലെ 6 മണി ആകുമ്പോഴത്തേനും നമ്മുടെ റോസയിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ റോസയിൽ ചിലപ്പോൾ കരിഞ്ഞ മൊട്ടുകളും അതുപോലെ തന്നെ മുരടിച്ച പ്രശ്നമൊക്കെ കാണുന്നുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് വേണം ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഒരുപാട് നല്ലവണ്ണം മുരടിപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നല്ല മുരടിപ്പുള്ള റോസയ്ക്കൊക്കെ 3-4 പ്രാവശ്യം ഇടവിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് പൂർണ്ണമായിട്ട് മാറിക്കിട്ടും. തീർച്ചയായിട്ടും എല്ലാവരും ഇതെല്ലാം ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.